ചെയ്തു അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തു, അതുകൊണ്ട് അത് മുഴുവൻ നടക്കണം എന്നൊന്നും നിർബന്ധമില്ല. അങ്ങനെ നടക്കാറില്ല. അത് പൊതുപ്രവർത്തകരായ ഞങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ഇവിടെ ഇപ്പം നിൽക്കുന്ന എൻ്റെ സഹപ്രവർത്തകരാണ് വർഗീസ് അടക്കം. അവരും ഞാനും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. കുറേ കാര്യങ്ങൾ അധികം നടക്കും. അതൊരു മാതിരി എൻ്റെ ഒരു പിറപ്പ് പണി എന്ന് പറയും എൻ്റെ പേര്. അതാണ് എൻ്റെ ശരിയായ പേര്. സാധാരണ പാർട്ടി പ്രവർത്തകരുടെ വികാരമാണെന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ അയാളല്ലേ സാധാരണ പാർട്ടിക്കാരുടെ വികാരം മുഴുവൻ ഉൾക്കൊള്ളുന്നത്. ജയിച്ചു കഴിഞ്ഞ ഒരുമാതിരി അതെന്താ പേര് പറയുന്നത്? ഞാൻ പറയുമ്പോൾ എൻ്റെ ഭാഷയിൽ പറയുമ്പോൾ നാളെ ഇല്ലാത്ത വിവാദമാകും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് കൊടുത്തേരും. അത് തന്നെ. അങ്ങനെയൊക്കെ തോന്നുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. എന്നോട് തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ജോലി ഉപേക്ഷിക്കണോ? അദ്ദേഹത്തിൻ്റെ ധർമ്മം നിറവേറ്റാതിരിക്കാൻ പറ്റുമോ? അല്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഒരു അൻവർ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞെന്നാൽ ഞങ്ങളങ്ങ് ഒലിച്ചു പോകുമെന്നാണ്. മുണ്ടശ്ശേരി മാസ്റ്റർ അടക്കം AR മേനോനടക്കം ഡോക്ടർ AR മേനോനടക്കം എത്രയോ സ്വതന്ത്രന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, വന്നിട്ടുണ്ട്. അവർ വലിയ സേവനം അനുസരിച്ചിട്ടില്ലേ? TK ഹംസ സ്വതന്ത്രമായിട്ടല്ലേ വന്നത് ആദ്യം കോൺഗ്രസിൽ നിന്ന് ഭിന്നിച്ച്? അവർ ദീർഘമായി ഞങ്ങളുടെ കൂടെ, ഇപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പ്രവർത്തിച്ചില്ലേ? അതുകൊണ്ട് അതിനിടയിൽ ഇപ്പോൾ പലരും വരും. വരുന്നതിനിടയിൽ ഒരു അൻപറന്ന് പറയുന്ന ഷീഫു അത്രയേ ഉള്ളൂ ഞങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ടൊന്നും ഞങ്ങളെ കൊലിക്കുകയില്ല. കഴിഞ്ഞ ആഴ്ച വരെ അൻവർ വലിയ തോതിൽ പാർട്ടിക്ക് വേണ്ടി വാദിച്ചിരുന്ന ആളാണ്. പാർട്ടിയുടെ എല്ലാ വിഷയങ്ങളിലും വളരെ കൃത്യമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന ആളാണ്. അത് മുൻപും ഇങ്ങനെ വേണ്ടി വാദിച്ചിരുന്ന ആളാണ്. പെട്ടെന്നെല്ലാം തിരിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വന്നു. അതെന്താണെന്ന് അപ്പോൾ നിങ്ങൾ പോയി അദ്ദേഹത്തിനോട് ചോദിക്കില്ലേ? എന്നോട് ചോദിച്ചാൽ ഞാനങ്ങനെ പറയാനാ? എനിക്കറിയില്ല. ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാങ്കുളത്തെ കോപ്പ് കാര്യം പറയാം, അത് ഇവിടുത്തെ കാര്യം പറയാം. ആരാ? ഏതായെന്താ? ആര് പോയാലും കുഴപ്പമില്ലെന്ന്. ഇടുക്കിയിലെ ഭൂവിഷയത്തില് ഏത് പാർട്ടിയോട് പോയാലും BJP-യിലാണ് സഹായിക്കുന്നെങ്കിൽ BJP സഹായിക്കാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ ഇന്നലെ പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിനോട് പോയി നിങ്ങൾ ചോദിക്കും. എന്നോട് ഞാനാണ് ഈ നാട്ടിലൊന്നും ഇല്ലായിരുന്നു. തിരുവനന്തപുരം സർക്കിട്ടെല്ലാം കഴിഞ്ഞ് വരുന്ന വഴി എസ്രായെന്ന് എന്തെങ്കിലും പറഞ്ഞൊന്നും പറഞ്ഞ് ഒന്നും ചോദിച്ചിട്ട് അല്ല. അൻവറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുത്തപ്പോൾ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടല്ലോ. എന്ത്? ഈ ഒരു PR ഏജൻസി പറഞ്ഞിട്ടാണ് അത്തരം ഒരു അഭിമുഖം അദ്ദേഹം കൊടുത്തതെന്നും അത് പറയാത്ത കാര്യങ്ങൾ പത്രത്തിൽ അച്ചടിച്ച് വരികയും. അതൊക്കെ ഞാൻ പറയുന്നത് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഞാൻ പറയുന്ന അതേപടി നിങ്ങൾ ഇന്നേ വരെ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറേ താല്പര്യങ്ങളുണ്ട്. നിങ്ങളൊക്കെ ജോലി തന്നിരിക്കുന്ന പത്രക്കാരാണേലും ചാനലുകാരാണേലും അവരുടെ ഒരു താല്പര്യമുണ്ട്. ആ താല്പര്യമൊക്കെ നോക്കിയല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരു ഏജൻസിയില്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുണ്ട്, പോളിറ്റ് ബ്യൂറോ ഉണ്ട്, കേന്ദ്ര കമ്മിറ്റിയുണ്ട്, ജില്ലാ കമ്മിറ്റി. എല്ലാ ജില്ലയിലും ജില്ലാ കമ്മിറ്റി മുതൽ പാർട്ടി ബ്രാഞ്ച് വരെ പതിനായിരക്കണക്കിന് ബ്രാഞ്ച് വരെ ഉണ്ട്. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റമായി. ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും സിസ്റ്റമായി പ്രവർത്തിക്കുന്നത് ഞങ്ങളാണ്. അത് ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കും. അതിനിടയിലെ അൻവറിനെ പോലെയും ഒക്കെ ചില ആളുകൾ വരും പോകും. അത് ഷീഫു അത്രേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. റിസോർട്ട് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത സംസ്ഥാന നേതാവ് അൻവറിനെ വിദേശത്ത് വെച്ച് കണ്ടു എന്ന ആക്ഷേപം മാങ്കുളത്തെ റിസോർട്ട് ഉദ്ഘാടനം അതിൽ പങ്കെടുത്ത 2 പേരാണുള്ളത്. ഒന്ന് ആശാരും പിന്നെ ഒന്ന് P. ജയരാജനോ? ഏത് റിസോർട്ടിൻ്റെ ഉദ്ഘാടനം? മാങ്കുളത്തോ? ചിലപ്പോൾ പങ്കെടുത്ത് കാണും. ഒരു ഹോട്ടൽ റിസോർട്ടെന്ന് പറയുമ്പം പിന്നെ ഇനി അതിപ്പോൾ പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു പ്രശ്നമാകും. ഞാനോ? എനിക്കറിയില്ല. അതൊക്കെ പങ്കെടുത്ത ഞാൻ ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യാറുണ്ടല്ലോ, റിസോർട്ട് ഉദ്ഘാടനം ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മുടെ ധർമ്മമാണ്, നമ്മളത് ചെയ്യും. ആശുപത്രി ഉദ്ഘാടനം ചെയ്യാറുണ്ട്, റിസോർട്ട് ഉദ്ഘാടനം ചെയ്യാറുണ്ട്, ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാറുണ്ട്, കട ഉദ്ഘാടനം ചെയ്യാറുണ്ട്. അതൊക്കെ MLA-മാർ ഇതെല്ലാം ചെയ്യും, രാഷ്ട്രീയ പ്രവർത്തകർ.
എന്നോർത്തിപ്പം ഒരു കാര്യം അതിന് പങ്കുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചു. നമുക്ക് അൻവറിനെ കണ്ടിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല, ചുമ്മാ ഇല്ലാത്ത അങ്ങനെ ഈ പിന്നെ നമ്മുടെ ജില്ലയിലെ ഈ ചൊക്കർമുടി ആനക്കാര്യം പറയാം, ചേനക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അൻവറിന്റെ കാര്യം പറയാം ആദ്യം. പുതിയ പാർട്ടി ഉണ്ടാക്കുന്നുണ്ട് പറയുന്നത്. അയ്യോ ഏതാണ്ട് ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു പൂട പൊടിഞ്ഞ പോലെയാ. പിന്നെ അൻവറൊരു പാർട്ടി ആയിൽ എന്നാ ഉണ്ടാക്കട്ടെന്ന്. വലിയ സമ്മേളനമായിരുന്നു. ഇപ്പം ഞാൻ ഒരു കാര്യം, എന്നെ ഈ പാർട്ടി ഇപ്പോൾ പുറത്താക്കിയെന്ന് നോക്കുക. ഞാൻ നാളെ ഇവിടെ ഒരു സമ്മേളനം നടത്തിയാലേ ഒരുപാട് ആൾ കൂടും. ഞാൻ പറയുന്നത് എന്താണെന്നൊക്കെ കേൾക്കാൻ. അത് സ്വാഭാവികമാണ്, അതൊന്നും വലിയ വിഷയമില്ലെന്ന്. സ്വാഭാവിക ആൾക്കൂട്ടേ ഉള്ളൂ. ഓ പിന്നെ അതൊന്നും ഇവിടെ ഞാൻ പറയാം, എത്ര മഹാരഥന്മാർ വന്നിരിക്കുന്നു. സ്വതന്ത്രന്മാർ, മുണ്ടശ്ശേരി മാസ്റ്ററെ പോലുള്ള ആളുകൾ, AR മേനോനെ പോലുള്ള ആളുകൾ, എത്രയോ പേര്. TK ഹംസ സ്വതന്ത്രനായല്ലേ വന്നത്, പിന്നീട് എല്ലാ പാർട്ടി നേതാവായത്. അങ്ങനെ എത്രയോ പേര് വന്നിരിക്കുന്നു. അവരവരുടേതായ സേവനം അനുസരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കൊള്ളുകയില്ല അത്ര തന്നെ. ഞങ്ങൾ കണക്ക് പറഞ്ഞ് പുറത്താക്കേണ്ടവരെ പുറത്താക്കിയിട്ടുമുണ്ട്. പക്ഷേ അൻവർ മുഖ്യമന്ത്രിയോട് പല നേതാക്കളും പറയേണ്ട സാഹചര്യത്തിലാണ് അൻവർ ഇത് പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, ആരും മുഖത്ത് നോക്കി അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയാറില്ല. പാർട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് അദ്ദേഹത്തോട് പറയാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചുമ്മാ അത് പൊളിറ്റിക്കൽ സെക്രട്ടറി അവിടെ ഒരു തടയുകയാണ്. ചുമ്മാ നിങ്ങൾ വിവരക്കേട് എന്നോട് ചോദിക്കാതെ. മുഖ്യമന്ത്രിയെ കാണാൻ അവിടെ ചെന്നാൽ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണണമെന്നില്ല. മുഖ്യമന്ത്രി ഇരിക്കുന്ന ഓഫീസൊക്കെ സ്വതന്ത്രമായ ഓഫീസാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് വേറെ ഓഫീസാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണേണ്ട കാര്യമുണ്ട്, കണ്ടാൽ മതി. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കാണണമെന്നേ ഇല്ല. അതിന് അനുമതി ചോദിച്ചാൽ അതിനുള്ള സംവിധാനമുണ്ട്. MLA-മാരാണെങ്കിലും ഉണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് ഇതും കൊണ്ട് നടക്കാൻ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അൻവർ മാത്രമല്ല, KT ജലീലും സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന. അല്ല, ജലീൽ അത് അദ്ദേഹത്തോട് ചോദിച്ചു. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇല്ലാതെ അതിനിപ്പോൾ പാർട്ടിയിലായിട്ടുള്ളവരും MLA-മാരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തരായി വിരുദ്ധ അഭിപ്രായം പറഞ്ഞ് പുറത്തു വരികയാണ്. അപ്പം നിങ്ങളെല്ലാവരും പുകച്ച് പുറത്താക്കിയിട്ടേ വിടുള്ളൂ. ഇവരുടെ ഒരു പണി കണ്ടില്ലേ? അതുകൊണ്ട് നിങ്ങളിതൊന്നും പറയണ്ട. അൻവർ എന്ത് പറഞ്ഞാലും അതൊന്നും ഇവിടെ ഞങ്ങളെ ഏശുന്ന പണിയല്ല. അൻവർ മാന്യനാണ് ഒരു കാര്യം ചെയ്യേണ്ടത്, രാജിവെക്കേണ്ടത് MLA സ്ഥാനം. ഇപ്പം ഈ തോന്നുന്ന പോലെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടാണല്ലോ MLA ആയത്. അയാൾ എന്നിട്ട് പറയട്ടെ, അതാണ് അയാൾ ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളുടെ സഹാക്കൾ പണിയെടുത്ത് സില്ലി പൈസകൾ മുടക്കി തെണ്ടി പിരിച്ച് പൈസ ഉണ്ടാക്കി ആ പൈസ മുടക്കി പ്രവർത്തിച്ചിട്ട് ഒടുവിൽ അയാൾ MLA ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ തിരിഞ്ഞു നിന്ന് കുത്തുന്നൊരു പണി ഒരുമാതിരി പിറപ്പ് പണി എന്നാണ് അതിൻ്റെ പേര്. അതെടുത്ത്